അത് BJP അനാവശ്യമായിട്ട് ഒരു മുസ്ലിം വിരോധം കൊണ്ട് വന്നു. റീപാർട്ടീഷൻ അറയിൽ മുസ്ലിങ്ങളായിട്ടുള്ള കുറേ ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. അവർ രാജ്യം ഭരിച്ചിരുന്നു, അപ്പോൾ അവരായിട്ടുള്ള മുഗൾ കാലഘട്ടം അതിലെ ചരിത്രമൊക്കെ മാറ്റിയിരുന്നു. അത് സാധനം അവരിപ്പോഴും കൊണ്ടു നടക്കുക. ഗോയിങ് ബാക്ക് ഇസ് നോട്ട് കറക്റ്റ്. പിടിയിട്ടില്ലേ? അവർ ദേ ആർ ലിവിങ് ഇൻ ദ പാസ്റ്റ്. അതങ്ങനെ നടന്നിട്ടുണ്ട്, ഇങ്ങനെ നടന്നിട്ടുണ്ട്, ഇവിടെ അങ്ങനെ നടന്നിട്ടുണ്ട്. ഗാന്ധിജി ഉണ്ടെന്ന് ഇപ്പോൾ ഇന്ത്യയിൽ ഇല്ലല്ലോ. ഗാന്ധിസം ഇല്ല, ഗോൺ. പെരിയാറിസം ഉണ്ടോ? അത് ഗോൺ. കമ്മ്യൂണിസം ഉണ്ടോ? അത് ഗോൺ. ഓൾ ഐഡിയോളജീസ് ആർ ടൈം ബൗണ്ട്. ഞാൻ പാർട്ടിയെ പറ്റി പറഞ്ഞല്ലോ, പാർട്ടി ഇഴവനാണ്. പക്ഷേ മന്ത്രിസഭ ഫുള്ളി നായർ ഡോമിനൻ്റ് അല്ലേ? കുറ്റമായിട്ടല്ലേ പറഞ്ഞത്? അത് ആ പാർട്ടി അതൊന്നും നോക്കണില്ല എന്നുള്ളതാണ്. അതായത് ഒരു മിഥ്യയാണത്. അതായത് ഇങ്ങനെ കാസ്റ്റ് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, മനസ്സിലല്ലേ? പക്ഷേ കാസ്റ്റിനെ നമ്മൾ നല്ലൊരു അളവോളം ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. അത് ഇല്ല ശരിക്കും. മൈനോറിറ്റീസ് LDFിലേക്ക് അടുത്ത് വരികയാണ്. അത് ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ റിഫ്ലക്ട് ചെയ്യുമെന്ന് അല്ല, അടുത്ത് വരാണെന്നൊന്നും അങ്ങനെ 100% നമുക്ക് പറയാൻ പറ്റില്ല. എന്താ കാര്യം എന്ന് പറയുമോ, ഇത്തവണത്തെ ഇലക്ഷനിൽ ഇറ്റ് ഇസ് എ അപ്രൈസൽ ഓഫ് ദി പിണറായി വിജയൻസ് ഗവൺമെൻറ് 2. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരണമെന്നില്ല. പിന്നെ നമ്മൾ പറയുന്ന മാതിരി ക്രിസ്ത്യൻസ് മുസ്ലിംസ് ഒന്നുമില്ല. 50% പേര് അങ്ങനെയൊന്നുമല്ല വോട്ട് ചെയ്യുന്നു. അവരിപ്പോൾ നമ്മൾ തന്നെ ഇവിടെ ഇരിക്കുന്നവർ അങ്ങനെയല്ല വോട്ട് ചെയ്യുന്നു. ഞാൻ വോട്ട് ചെയ്യണം അങ്ങനെയല്ലോ. അങ്ങനെയാണ്. പിന്നെ അവർ പാർട്ടി വൈസ് ആയിട്ടില്ല വോട്ട് ചെയ്യണം. അല്ല, അതിങ്ങനെയാണ്. അല്ല ഇല്ല 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 ഞാൻ അല്ല, അതിപ്പോൾ വന്നതല്ലേ. അതിപ്പോൾ ഇവർ വന്നപ്പോൾ വന്നതാണല്ലോ. അല്ല അതെ, അല്ല ഞാൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എല്ലാ കമ്മ്യൂണിറ്റീനെയും നമ്മൾ എടുക്കാം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇന്നത്തെ മന്ത്രിസഭയിൽ ആരാണ് എല്ലാ മന്ത്രിമാരും? നായർ. ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ, ഇല്ല. കോൺഗ്രസിൻ്റെ ടോപ്പ് ലീഡേഴ്സ് ആരാ? അവരും നായർ ആണല്ലോ. BJPയുടെ ടോപ്പ് ലീഡേഴ്സ് ആരാ? അവരും നായർ. അല്ല, 70 അത് വെറുതെ കൊണ്ടുവന്ന്, അതെ അതെ അല്ല, അതുകൂടെ വെറുതെ വെച്ചാണെന്ന്. അത് നമ്മുടെ അതിപ്പോൾ മാറ്റാൽ ശ്രീധരൻപിള്ളയ്ക്കല്ല ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പം മാറ്റി മുരളീനെ കൊണ്ട് വെച്ചാണല്ലോ. അല്ലേ, അത് പറഞ്ഞുതരാം. ഞാനത് അൺചാരിറ്റബിൾ വേർഡ്സോ യൂസ് ചെയ്തായിരിക്കാൻ വേണ്ടി പറഞ്ഞുതരാം. ഇറ്റ് ഈസ് എ ബോഡി ഇസ് ഈഴവ, ഹെഡ് ഇസ് നായർ. അതിപ്പോഴല്ലേ അല്ല, മന്ത്രിസഭയല്ലേ ഞാൻ പറഞ്ഞോളൂ. ഞാൻ പാർട്ടിയെ പറ്റി പറഞ്ഞല്ലോ. പാർട്ടി ഈഴവനാണ്, പക്ഷേ മന്ത്രിസഭ ഫുള്ളി നായർ ഡോമിനൻ്റ് അല്ലേ? മന്ത്രിസഭ അല്ല, നിങ്ങൾ ആലോചിച്ചോ, എല്ലാവരും നായന്മാരില്ല, അധികം വരും ആണ്. അത് കുറ്റമായിട്ടല്ലേ പറഞ്ഞത്? അത് ആ പാർട്ടി അതൊന്നും നോക്കണില്ല എന്നുള്ളതാണ്. ആ പാർട്ടി അതൊന്നും അതൊന്നും നോക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ രാജീവ്, MP രാജേഷ്, ബാലഗോപാൽ എല്ലാം നായന്മാരല്ലേ? അത് അങ്ങനെ നായരായിട്ടല്ല. അവരോട് തന്നെ നമുക്ക് ചോദിക്കണത്. ഞാനൊരിക്കൽ പ്രദീപിനോട് ചോദിച്ചു, എത്ര പേര് നായറുണ്ട്? ഈ ഡോക്ടറെ അത് എനിക്ക് അറിഞ്ഞൂടാ കുറച്ച് മൂപ്പര്. അതുകൊണ്ട് പ്രദീപ് ഇതൊക്കെ ഒന്നും പഠിക്കൂല, കുറച്ച് നമ്മുടെ അറിവിന് ജനറൽ നോളജിന് വേണ്ടിയിട്ട് പഠിക്കുന്നു. വാലൊക്കെ മുറിച്ച് പറഞ്ഞല്ലോ. പ്രത്യേകിച്ചും കേരള സൊസൈറ്റിയിൽ നമ്മൾ ഓഫ്ലൈറ്റ് കാണുന്ന 2 ട്രെൻഡുകളിൽ ഒരെണ്ണമാണ് ആദ്യം താങ്കൾ പറഞ്ഞതുപോലെ നമ്മൾ കൂടുതൽ ഒരു എക്സ്ട്രീം എലമെന്റിലേക്ക് പോകുന്നു. അതായത് നിക്കാബ് അതിന്റെ ഒരു വശം മാത്രമാണ് വളരെ എക്സ്ട്രീം ആയിട്ട് അത് അറബ് കൾച്ചർ വരുന്നതിന്റെ ഭാഗം. അതേപോലെ തന്നെ കൂടുതൽ നമ്മൾ എക്സ്ട്രീം ആയിട്ട് കാസ്റ്റ് മൈൻഡഡ് ആയിട്ട് കമ്മ്യൂണൽ മൈൻഡഡ് ആയിട്ട് മാറുന്നുണ്ട്. അല്ല അതുണ്ട് എന്നുള്ളത് മേ ബി ഇറ്റ് ഈസ് കറക്റ്റ്. അതിപ്പോൾ കാസ്റ്റ് 57 തന്നെ നിങ്ങൾക്കറിയാലോ. മന്നത്ത് പത്മനാഭനും ചർച്ചും എല്ലാം കൂടെ യോജിച്ചിട്ട് CH ഉണ്ടയിൽ ആണല്ലോ വിമോചന സമരം നടത്തിയത്. കേരളത്തിലുണ്ടത്. പക്ഷെ അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ചെറിയൊരു ശതമാനം ആൾക്കാർ അങ്ങനെ ഉള്ളൂ. ഇപ്പം ഞാൻ ഒരിക്കലും അങ്ങനെയല്ല വോട്ട് ചെയ്യുന്നത്. ഞാൻ വോട്ട് ചെയ്യുന്നത് വേറെ രീതിയിലാണ്. എനിക്കിഷ്ടം അനിഷ്ടം മാതിരിയാണ് ഞാൻ വോട്ട് ചെയ്യുക. അപ്പോൾ ഒരിക്കലുമല്ല നെവർ. റിലീജിയസ് ആയിട്ടല്ല വോട്ട് ചെയ്യണം. പൊളിറ്റിക്കലായിട്ട് വോട്ട് ചെയ്യുക. പൊളിറ്റിക്കൽ വോട്ടാണ്. അപ്പോൾ അല്ല, അങ്ങനെയാണെങ്കിൽ പണ്ട് എനിക്ക് ലീഗ് ചേർന്നാൽ പോരെ. ഞാൻ ചേർന്നില്ലല്ലോ. എല്ലാ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുമല്ലോ അവിടെ ചേർന്നാൽ. ഞാൻ ചേർന്നില്ലല്ലോ. അപ്പോൾ ഇതിലെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഈ മീഡിയ, ഇപ്പോൾ നിങ്ങളൊക്കെ തന്നെ
വെള്ളാപ്പള്ളി നടേശൻ എന്ത് മഫത്തരം പറഞ്ഞാലും നിങ്ങൾ ഭയങ്കരമായിട്ട് കൊടുക്കും. ശരിയാ? ഇന്നസെന്നല്ല ഞാൻ പറഞ്ഞത്. ആ ശരി. മറ്റയാൾ എന്ത് മാലിഗ്രൻ്റായിട്ട് പറഞ്ഞാലും അതും കൊടുക്കും. അതായത് സുകുമാരൻ നായർ. അതേമാതിരി തന്നെയാണ് ആൻഡ്രൂസ് താഴത്തും ഇതുമാതിരിയുള്ള ചില ബിഷപ്പ്മാരും. മനസ്സിലല്ലേ? അവർ വളരെ മാലിഗ്രൻ്റായിട്ട് സംസാരിക്കുക. അത് നിങ്ങൾ ഭയങ്കരമായിട്ട് കൊടുക്കും. അങ്ങനെ നടക്കും, ഇങ്ങനെ നടക്കും, അടുത്ത ഇലക്ഷനുകളെ കണ്ടോളാം. തൃശ്ശൂർ കണ്ടല്ലോ താഴത്തിന് എന്ത് സ്വാധീനമുണ്ടെന്നും ഗവൺമെൻറ്റിനെതിരായിട്ട് വെള്ളാപ്പള്ളിയിൽ നിന്ന് ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നും കാന്തപുരം അവിടെ ശംസുദ്ദീനെ തോപ്പിക്കാൻ പോയപ്പോൾ എന്തുണ്ടായി എന്നൊക്കെ നിങ്ങൾക്ക് അറിയണം. അപ്പോൾ അതൊന്നും നടക്കണില്ല ഇവിടെ. അതായത് ഒരു മിഥ്യയാണത്. അതായത് ഇങ്ങനെ കാസ്റ്റ് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, മനസ്സിലല്ലേ? പക്ഷേ കാസ്റ്റിനെ നമ്മൾ നല്ലൊരു അളവോളം ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. അത് ഇല്ല ശരിക്കും, മനസ്സിലല്ലേ? പിന്നെ നമ്മൾ അതായത് ഇപ്പോൾ എനിക്കെന്തെങ്കിലും കിട്ടണമെന്ന് വെച്ചാൽ പെട്ടെന്ന് ഞാൻ മുസ്ലിമായി മാറും. മുസ്ലിമൊക്കെ ഇവിടെ ഒന്നും കൊടുക്കണില്ല. കോഴിക്കോട് സീറ്റ് മുസ്ലിമിന് കൊടുത്തിട്ട് എത്ര കാലമായി? എന്തെങ്കിലും രാഘവന് മാത്രം കൊടുക്കുന്നത് 2-3 തവണയായിട്ട്. അതിന് മുമ്പ് അടിയോടിക്ക് കൊടുത്ത്, മറ്റാൾക്ക് കൊടുത്ത്, അതിന് മുമ്പ് സെയ്ദ് ഓമന് കൊടുത്താൽ ഇനി എനിക്കൊരു ചാൻസ് തരണം എന്ന് പോയിട്ട് വാദിക്കുന്നതാണ്. അങ്ങനെയാണത്. അല്ലാതെ ഐ വിൽ ഗിവ് അനദർ എക്സാമ്പിൾ. ഇപ്പോൾ റെനീഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ ഇവിടെ, എൻ്റെ പയ്യനെ കണ്ടില്ലേ, മൂപ്പര് ഒരു 10 കൊല്ലമായിട്ട് മൂപ്പര് എൻ്റെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് പോണ വഴിക്ക് പെട്ടെന്ന് എനിക്കൊരു ബാക്ക് പെയിൻ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, റെനീഷ് ഒരു കാര്യം ചെയ്യും, നീ ആ കാർ അവിടെ നിർത്തിയിട്ട് ഞാൻ അവിടെ ഇരുന്നോളുണ്ട്, നീ പോയിട്ട് നിസ്കരിച്ചിട്ടോ. അപ്പോൾ ഈ ടോൾ മീ, സാറിനത് മനസ്സിലായിട്ടില്ല, ഞാൻ ഹിന്ദു ആകുന്നു. ഇപ്പോൾ ഇവിടെയുള്ള പയ്യൻ തന്നെ റെനീഷ്. ദാറ്റ് ഈസ് അവർ കൾച്ചർ ഹിയർ. അതിനെ തകർക്കാനായിട്ടുള്ള ശ്രമങ്ങളല്ല. പക്ഷേ ആ തകർക്കാൻ ശ്രമം നടത്തുന്നത് ഒരു തർക്കവും വേണ്ട, അത് BJP ആണ്. അതിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള ഇതുമില്ല. അത് BJP അനാവശ്യമായിട്ട് ഒരു മുസ്ലിം വിരോധം കൊണ്ട് നടന്നു. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അൺഫോർച്ചുനേറ്റ്ലി ഈ പ്രീ പാർട്ടീഷൻ എറയിലെ കാര്യങ്ങളാണ് അവരിപ്പോഴും കൊണ്ടുനടക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? പ്രീ പാർട്ടീഷൻ എറയിൽ മുസ്ലിങ്ങളായിട്ടുള്ള കുറേ ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. അവർ രാജ്യം ഭരിച്ചിരുന്നു, അപ്പോൾ അവരായിട്ടുള്ള മുഗൾ കാലഘട്ടം അതിലെ ചരിത്രമൊക്കെ മാറ്റിയിരുന്നു. അത് സാധനം അവരിപ്പോഴും കൊണ്ടുനടക്കുകയാണ്. ഞാൻ അതിന് വേറൊന്നും ബദൽ പറയാം. ഞാൻ ഹിറോഷിമയിൽ പോയിരുന്നു. ഹിറോഷിമയിൽ പോയപ്പോൾ അവിടെ കുറേ ഫോട്ടോ, ഇങ്ങനെ ആൾക്കാരെ ഭയങ്കരമായിട്ട് കത്തിപ്പോയ ആൾക്കാരും കരിഞ്ഞുപോയ ആൾക്കാരുടെ ഫോട്ടോ മുഴുവൻ. അപ്പോൾ അവിടെ കുറേ അമേരിക്കൻ ടൂറിസ്റ്റ് ഉണ്ട്, അവരുടെ കൂടെ കുറേ ജപ്പാൻകാരടക്കമുണ്ട്. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് ചോദിച്ചല്ല, നിങ്ങളിവരുടെ കൂടെ യു ആർ വർക്കിംഗ് വിത്ത് ദീസ് പീപ്പിൾ, ഓൾ ദീസ് തിങ്സ് ഹാവ് ബീൻ ഡൺ ബൈ ദ അമേരിക്കൻസ്. അവരെന്താ പറഞ്ഞാലോ, ദാറ്റ് ഈസ് ഓൾ ലോങ് അഗോ. മേ ബി ദർ സം മിസ്റ്റേക്ക് ബൈ അവർ പീപ്പിൾ ഓൾസോ. അത് 70 കൊല്ലമായിട്ടുള്ളൂ. നമ്മളിപ്പോഴും എന്താ പറയണേ? നമ്മളിപ്പോഴും പറയണെന്താ? ബാബർക്കെ ഔലാദ്, അല്ലെങ്കിൽ മുഹമ്മദ് ഓഫ് ഗസനിയൊക്കെ ഏത് കാലഘട്ടം, 800 years ago. അത് ഇപ്പോഴും ഇവർ കൊണ്ടു നടക്കുന്നു. പിന്നെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഒന്ന് ഈ ഉറുദു സംസ്കൃതം ഇഷ്യൂ. ഈ ഹിന്ദി ഈസ് സാൻസ്ക്രിറ്റൈസ്ഡ് നൗ. പ്രീവിയസ്ലി ഇറ്റ് വാസ് പേർഷ്യനൈസ്ഡ്. അത് ഇവരെടുത്ത് കളയുന്നുണ്ട്. അതിന് ഇവരെ കുറ്റം പറയണമെന്ന് കാര്യമില്ല. പാകിസ്ഥാനിൽ ഇവർ പോയിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ എല്ലാ സംസ്കൃതം വാക്കുകൊടുത്ത് കളഞ്ഞു. എന്നിട്ട് അവർ ഫുൾ പെർഷ്യനാക്കി. അതെ. അതിനപ്പുറത്ത് പറഞ്ഞുതരാം, തമിഴ്നാട്ടിൽ പെരിയാറും കൂട്ടരും അവരെല്ലാം സംസ്കൃതം എടുത്ത് കളഞ്ഞു. സെന്തമിഴ് എന്നും പറഞ്ഞിട്ട് അവർ എടുത്ത് കളഞ്ഞു. ബംഗ്ലാദേശിൽ തിരിച്ചും ചെയ്ത്, എന്താ വെച്ചാൽ ഉറുദുവൊക്കെ എടുത്ത് കളഞ്ഞു. എന്നിട്ട് അത് സംസ്കൃതം മുഴുവൻ ചേർത്തി. ബംഗ്ലാദേശ് ഭവൻ, മനസ്സിലായില്ലേ? അവരെല്ലാ വേർഡ്സും സാൻസ്ക്രിറ്റാണ് ബംഗ്ലാദേശിൽ. പ്യുവർ ബംഗാളി ഭാഷ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മളൊരു ഗോയിങ് ബാക്ക് ഇസ് നോട്ട് കറക്റ്റ്. പിടിയിട്ടില്ലേ? ദേ ആർ ലിവിങ് ഇൻ ദ പാസ്റ്റ്. അതങ്ങനെ നടന്നിട്ടുണ്ട്, ഇങ്ങനെ നടന്നിട്ടുണ്ട്, ഇവിടെ അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ രണ്ടാമത്തെ വലിയൊരു കാര്യം എന്ന് വെച്ചാൽ 2 കൂട്ടരല്ലേ ഉള്ളൂ ഇവിടെ. 2 സവർണരാണ്. ഈ പറയുന്ന ആൾക്കാർ സവർണരാണ്, ഈ മുസ്ലിമും സവർണരാണ്. അവർ രണ്ടുപേരും കൂടെ തമ്മിലുള്ള ഒരു ഡോമിനേഷൻ ഇഷ്യൂ ആണ് ഈ കാണുന്നത്. അതുകൊണ്ടാണ് അത് സൗത്തിൽ ഇതൊന്നും വലുതായിട്ട് വരാത്തത്. എനിക്ക് പറഞ്ഞാൽ സൗത്തിൽ, നോർത്തിൽ ഇത് ഫുൾ ഭയങ്കരമാണിത്. ഹിസ്റ്ററി ആയാലും ഉറുദു ആയാലും സംസ്കൃതം ആയാലും ഒക്കെ ഭയങ്കര ഇഷ്യൂ ആണ്. അത് ഹിസ്റ്റോറിക്കലാണ്. അതാണ് ഇവരിപ്പോൾ പേരുകളൊക്കെ എടുത്ത് കളയുന്നു, പേര് മാറ്റുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. അത് എൻ്റെ അഭിപ്രായത്തിൽ അതിൽ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ശരി. മുനീർ ഷാജി പോലുള്ള മുസ്ലിം ചില നേതാക്കന്മാർ CPM-നെ ആക്രമിക്കുന്നത് മതത്തിനെ ഉപയോഗിച്ചിട്ടാണ്. അത് എങ്ങനെയാണ്? ഇപ്പോൾ ഈ CPM ഒരു മത നിഷേധ പാർട്ടിയാണ്, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ദീനിൽ നിന്ന് അകലുന്ന പോലെയാണ്.
പാർട്ടി യാതൊരു അർത്ഥമില്ല. എന്താ വെച്ചാൽ അവർ മതനിഷേധ പാർട്ടി ആയിരുന്നു. സി ഐ വിൽ ആസ്ക് യു ക്വസ്റ്റ്യൻ. ഗാന്ധിജി ഉണ്ടെന്ന് ഇപ്പോൾ ഇന്ത്യയിൽ ഇല്ലല്ലോ. ഗാന്ധിസം ഇല്ല, ഗോൺ. പെരിയാറിസം ഉണ്ടോ? അത് ഗോൺ. കമ്മ്യൂണിസം ഉണ്ടോ? അത് ഗോൺ. ഓൾ ഐഡിയോളജീസ് ആർ ടൈം ബൗണ്ട്. കാരണം അതിൻ്റെ ചിൽഡ്രൻ ഓഫ് എ റെവല്യൂഷൻ വിൽ സോളോ ഇറ്റ് എന്നാണ് ദെൻ. അതുമാതിരി ഇതൊരു കാര്യത്തിനാണ് ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് ഇത് പറഞ്ഞ അവർ പള്ളിയിൽ പോകുന്നു, അവരുടെ നേതാക്കന്മാരിപ്പോൾ ഉദാഹരണം ആരിഫ് നമ്മളെ MP മൂപ്പര് സ്ഥിരം പള്ളിയിൽ പോകണമല്ലോ. അപ്പോൾ അവരിൽ ഒരുപാട് പേര് ഇപ്പോൾ പള്ളിയിൽ പോകുന്നുണ്ട്. ആ കാലഘട്ടമൊക്കെ പോയി. എന്ത് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ശരിയല്ലേ? അത് ഹാർഡ് കോറായിട്ടുള്ള അവരുടെ ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ദേ മെ നോട്ട് ഇതൊന്നും ചെയ്തില്ല എന്നിരിക്കും. എന്താ പറയുക, നമ്മുടെ മതം വേണ്ടെന്ന്, മതമൊക്കെ ഇപ്പോൾ ഒരു ഇതായല്ലോ, അതൊക്കെ അവർ അംഗീകരിച്ചു. അതല്ലേ മുത്തലാഖ് തന്നെ അവർ മോഡിഫിക്കേഷൻ വരുത്തിയത്. അവർ പറഞ്ഞല്ലോ മുത്തലാഖ് ക്രിമിനലൈസ് ചെയ്യണമെന്ന് ഞങ്ങൾ എതിർക്കുന്നു. അതൊരു എസ്കേപ്പ് റൂട്ടാണല്ലോ. ശരിക്കും CPM എതിരെ എഫക്റ്റ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടെ ഷാജി മുനീർ ഇതിനെ കുറിച്ച് ആൾക്കാർ, പിന്നെ ഈ ഇപ്പുറത്ത് ഈ ബഹാവുദ്ദീൻ നദ്വിയെ പോലുള്ള ആൾക്കാർ കമ്മ്യൂണിസം ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ആ ഒരു ക്യാമ്പയിൻ മുസ്ലിം സമുദായത്തിലുള്ള എന്തെങ്കിലും ചലനം ഉണ്ടാക്കുക? മുസ്ലിം സമുദായത്തിൽ റിലീജിയസ് ആയിട്ടല്ല ക്യാമ്പയിൻ നിൽക്കുന്നത്. മുസ്ലിം സമുദായത്തിൽ പൊളിറ്റിക്കലാണ്. മുസ്ലിം ലീഗ് ഈസ് ഓൾസോ പൊളിറ്റിക്കൽ പാർട്ടി. ഇപ്പം അതുകൊണ്ടാണ് അത് മറ്റേതൊക്കെ ഒഴിവാക്കണം. ഇപ്പോൾ സമസ്തയൊക്കെ വിടർത്താനുള്ള കാരണം ഈ അപ്പോൾ വലിയൊരു ഇഷ്യൂ ഉണ്ടായി. ഇവർ വല്ലാതെ അവരെ കൂടെ നടന്നപ്പോൾ മുജാഹിദൊക്കെ അപ്പുറത്തോട്ട് പോയി തുടങ്ങി. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ എല്ലാ സമ്മേളനങ്ങൾക്കും പണ്ടൊന്നും ഇല്ലല്ലോ, പക്ഷേ ഇപ്പം എല്ലാ സമ്മേളനങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ സമ്മേളനങ്ങൾക്കും മുജാഹിദുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവരങ്ങനെ ഇത് ചെയ്തപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ വന്നപ്പോൾ AP ഏതായാലും പോയി. അപ്പോൾ അതൊന്നും എൻ്റെ അഭിപ്രായത്തിൽ അതൊന്നും ചിലവാണ് കാര്യമല്ല. പൊളിറ്റിക്കലി ഡീൽ ചെയ്യാം. പൊളിറ്റിക്കലി ഡീൽ ചെയ്താൽ അവർക്ക് വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തോൽപ്പിക്കുകയെ അല്ല. ഈ BJP സ്ഥിരമായിട്ട് ഒരു അലിഗേഷൻ റേസ് ചെയ്യുന്നത് CPM അപ്പീസ്മെന്റ് പൊളിറ്റിക്സ് നടത്തുന്നുണ്ട്. അങ്ങനെ പറഞ്ഞതുപോലെ കുറച്ചുപേർ അടുക്കുന്നുണ്ട്. പക്ഷെ അടുക്കുന്നതിനപ്പുറത്ത് ഒരു അപ്പീസ്മെന്റ് ഉണ്ട്. ഒരു മൈനോറിറ്റീസിനെ, പ്രത്യേകിച്ച് മുസ്ലിം മൈനോറിറ്റിയെ പ്രീണിപ്പിച്ച് കൂടെ നിർത്താനുള്ള ഒരു ശ്രമമുണ്ട്. ഒരു ഉദാഹരണം അപ്പോൾ ഞാനത് പറഞ്ഞുതരാം. അവരുടെ ആറ്റിറ്റ്യൂഡ് പണ്ടെന്തായിരുന്നുള്ളത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞാൽ, അപ്പീസ്മെൻ്റ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പറയാം ഉണ്ടോ ഇല്ലയെന്നുണ്ട്. PSCക്ക് വിടുന്ന വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറിജിനലി ചെയ്തത് തെറ്റാണ്. എന്താ പറയുക, അതൊരു വഖഫ് ബോർഡല്ലേ. വഖഫ് ബോർഡ് ഇസ് എ ഇസ്ലാമിക് കൺസെപ്റ്റ് അറിയാലോ നമുക്ക്. വഖഫ് ബോർഡ് PSCക്ക് വിട്ടിട്ട് നോൺ മുസ്ലിമുകളായാലും വന്നിരിക്കുമ്പോൾ ശരിയാവില്ലല്ലോ. PSCക്ക് വിട്ട് കഴിഞ്ഞാൽ ആർക്കും വരാമല്ലോ, അത് ശരിയല്ല. അപ്പോൾ അത് ഞാനും പോയിരുന്നു, ഞാൻ എതിർത്ത് പറഞ്ഞു. ഞാൻ CMനോട് പറഞ്ഞതെന്ന് വെച്ചാൽ, യു കണ്ടക്ട് ആൻ എക്സാമിനേഷൻ ഓൺലി ഫോർ ദ മുസ്ലിംസ്. ഇപ്പോൾ ഏറ്റവും റിച്ചസ്റ്റ് ആണല്ലോ തിരുമല ദേവസ്വം തിരുപ്പതിയിൽ. അവിടെ ബാക്കിയുള്ളവരുണ്ടോ? ആരുമില്ല. മനസ്സിലായോ? അത് അവരെ മറ്റേ വട്ടവർ കമ്മ്യൂണിറ്റി നമുക്ക് പറയാം. അവിടെ വെച്ചാൽ അത് തന്നെ അവരെല്ലാം കൊണ്ടു നടക്കുന്നു. അപ്പോൾ അതിൽ വെറുതെ വേണ്ടാത്തതിൽ പോയിട്ട് ഇവർ വെറുതെ തലയിട്ട് ഇവരിടക്കിടക്ക് പോയിട്ട് ഇങ്ങനത്തെ വേണ്ടാത്തതിലൊക്കെ തലയിടും. ഇവർക്കൊരു പ്രോബ്ലം ഉണ്ട്. ഈ താഴത്ത് ഇവരുടെ കുറച്ച് ബുദ്ധിജീവികളുണ്ട്, അവരിതിലൊക്കെ പോയി തലയിടും. പക്ഷേ CMനൊരു ഗുണമെന്ന് വെച്ചാൽ CMന് വേഗം ഇതൊക്കെ മനസ്സിലാവും. പോയി പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തത് ശരിയല്ല. അതൊരു അപ്പീസ്മെൻ്റ് ഒന്നുമല്ല, അത് അവരുടെ മാത്രമല്ല, അതിലൊന്നുമില്ല എന്ന് നിങ്ങൾക്കറിയാം.